ഇനി മാർവൽ കുറച്ച് പണിപെടും, കാരണം DCU കത്തി കയറുകയാണ്. പീസ് മേക്കർ സീസൺ 2 പൊളി, ഒരു രക്ഷയില്ല. ചെറിയ രീതിയിൽ ഇതിലെ മൾട്ടിവേഴ്സ് സംഭവമാണ് പിടിച്ചിരിക്കുന്നത്. ഇതിൽ എർത്ത് 2 എന്നൊരു സംഗതി വരുന്നുണ്ട്. അതിൽ സെക്കൻഡ് വേൾഡ് വാറിൽ ഹിറ്റ്ലർ ജയിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും, അതാണ് നമ്മൾ അതിൽ കാണുന്നത്. അമേരിക്കയിലൊക്കെ ഫുൾ റേസിസം അത് കാണിക്കുന്ന കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. പിന്നെ ജോൺസീന, പുള്ളിയുടെ അഭിനയം വേറെ ലെവൽ. ചില ഇമോഷണൽ സീൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ കാണണം. വേറെ ലെവലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ മുഴുവനായിട്ട് കാണിക്കുന്നത് ഇതിലെ ക്യാരക്ടേഴ്സിന്റെ ഒരു ഡെവലപ്മെന്റ് ആണ്. ഇതിൽ അനാവശ്യമായിട്ട് ഒന്നുമില്ല, പക്ഷെ ചിലർക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ മാർവലിന്റെ ഒരു പരിപാടി ഉണ്ടല്ലോ, അനാവശ്യമായിട്ട് ഒരുപാട് ക്യാമിയോകൾ, അങ്ങനെയൊന്നും ഇതിലില്ല. മൾട്ടിവേഴ്സ് തന്നെ വളരെ മിനിമം ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ജെയിംസ് ഗൺ ചുമ പൊളിയാണ് മാൻ. ചത്ത് കിടക്കുന്ന ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിനെ വെറുതെ വന്നിട്ട് ഒന്ന് റീബേർത്ത് ചെയ്തു. വരുന്ന എല്ലാ കണ്ടന്റും അടിപൊളി. സൂപ്പർമാൻ ആയാലും ഈ പീസ് മേക്കർ ആയാലും വേറെ ലെവൽ. ജെയിംസ് ഗൺ ഒരു കാര്യം പറഞ്ഞിട്ട്, നമ്മൾ DCUലുള്ള കണ്ടന്റുകളൊക്കെ കഥക്കനുസരിച്ച് അതിന്റെ ടോണും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മാർവൽ അതാണ് ചെയ്യാത്തത്. നമ്മളിപ്പോൾ മാർവലിന്റെ സിനിമ കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, ഓ ഇത് മാർവലിന്റെ സിനിമ. പക്ഷേ സൂപ്പർമാനിൽ നിന്ന് കുറെ വ്യത്യസ്തമാണ് മറ്റേ നമ്മുടെ പീസ് മേക്കർ, അതും R-rated. ഇതിൽ അടുത്തത് വരുന്ന ക്ലൈഫേസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹൊറർ സിനിമയാണ്, പ്യുവർ ഹൊറർ സിനിമ. മാർവൽ അങ്ങനെയുള്ള കണ്ടന്റ് ഒക്കെ ചെയ്യണം. എവിടെ വെയർവുൾഫ് ബൈ നൈറ്റ്, അതിന്റെ ബാക്കിയൊക്കെ എവിടെ? പീസ് മേക്കറിന്റെ അവസാനം കാണിക്കുന്നത് കോമിക്സിൽ പ്രധാനപ്പെട്ടുള്ള സൽവേഷൻ റൺ എന്നൊരു സംഭവമാണ്. അത് എന്താ പറയുക, DCയിലെ മെയിൻ ഒരു ഇവന്റ് ആണ്. ചിലപ്പോൾ അത് ബേസ് ചെയ്തിട്ടായിരിക്കും മാൻ ഓഫ് ടുമോറോ വരുന്നത്, അടുത്ത സൂപ്പർമാൻ സിനിമ. ചിലപ്പോൾ മൊത്തത്തിലുള്ള DCUവിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും. വരുന്ന എല്ലാ കണ്ടന്റുകളിലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നിർബന്ധമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ പീസ് മേക്കർ സീസൺ 2 കാണുന്നതിന് മുമ്പ് കാണേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം കാണേണ്ടത് പീസ് മേക്കർ സീസൺ 1, അതെന്തായാലും ഒട്ടുമിക്ക പേരും കണ്ടിട്ടുണ്ടാകും. പിന്നെ കാണേണ്ടത് ക്രീച്ചർ കമാൻഡോസ്, അതൊരു ആനിമേറ്റഡ് ഷോ ആണ്. പിന്നെ ദ സൂയിസൈഡ് സ്ക്വാഡ്, പിന്നെ സൂപ്പർമാൻ. ഇനി DCU കുറച്ച് കാലത്തേക്ക് വേറെ ലെവലായിരിക്കും. മാർവലിന്റെ കാര്യമാണ് കഷ്ടം. അപ്പം നിങ്ങൾ പീസ് മേക്കർ സീസൺ 2 കണ്ടവരാണെങ്കിൽ നിങ്ങളെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.